നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ പ്രശ്നങ്ങൾ ഒരു വലിയ സൈന്യത്തെ പോലെ നമ്മെ വളയാറില്ലേ? കടബാധിതകൾ, രോഗങ്ങൾ, ഒറ്റപ്പെടൽ ഇവയെല്ലാം ചുറ്റും നിൽക്കുമ്പോൾ നാം ചോദിച്ചു പോകും, ദൈവമേ, നീ എവിടെയാണ്? ഞാൻ ഒറ്റയ്ക്കായോ? പഴയ നിയമത്തില് ഒരു കഥയുണ്ട്. ഭയപ്പെട്ടു പോയ ഒരു വേലക്കാരന്റെയും ഉറച്ച വിശ്വാസത്തോടെ നിന്ന ഒരു പ്രവാചകന്റെയും കഥ. ഒരിക്കൽ സിറിയ രാജാവ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുകയായിരുന്നു. രാജാവ് രഹസ്യമായി പ്ലാനുകളിട്ടു. പക്ഷെ ഇസ്രായേൽ രാജാവ് അത് മുൻകൂട്ടി അറിഞ്ഞു. ദൈവം തന്റെ പ്രവാചകനായ എലീശയ്ക്ക് ആ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു. ദേഷ്യം വന്ന സിറിയ രാജാവ് കൽപ്പിച്ചു, ആ എലീശയെ എങ്ങനെയെങ്കിലും പിടിക്കണം. ഒരു രാത്രിയിൽ വലിയൊരു സൈന്യവും കുതിരകളും രഥങ്ങളും തോത്താൻ എന്ന ചെറിയ പട്ടണത്തെ വളഞ്ഞു. നേരം വെളുത്തപ്പോൾ എലീശയുടെ വേലക്കാരൻ പുറത്തിറങ്ങി. അവന്റെ കണ്ണുകൾ തള്ളിപ്പോയി. പട്ടണത്തിന് ചുറ്റും ആയുധധാരികളായ ശത്രുക്കൾ. അവൻ നിലവിളിച്ചുകൊണ്ട് എലീശയുടെ അടുത്തേക്ക് ഓടി. അയ്യോ, എന്റെ യജമാനനെ നാം എന്തു ചെയ്യും? എന്നാൽ എലീശ ഒട്ടും പരിഭ്രമിച്ചില്ല. അവൻ ശാന്തനായി ആ യുവാവിനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം. അവൻ ചിന്തിച്ചു, ഇവിടെ നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ. അപ്പോൾ എലീശ ദൈവത്തോട് പ്രാർത്ഥിച്ചു, യാഹ്വേ, ഇവൻ കാണേണ്ടതിന് ഇവന്റെ കണ്ണ് തുറക്കണമേ. പെട്ടെന്ന് ഒരു അത്ഭുതം സംഭവിച്ചു. ആ വേലക്കാരന്റെ ആത്മീയ നേത്രങ്ങൾ തുറക്കപ്പെട്ടു. അവൻ കണ്ട കാഴ്ച, ശത്രു സൈന്യത്തിന് പിന്നിലായി മല മുഴുവൻ അഗ്നിമയമായ കുതിരകളും തീരഥങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഭൂമിയിലെ സൈന്യത്തെക്കാൾ എത്രയോ വലിയ സ്വർഗീയ സൈന്യം തങ്ങളെ കാത്തു നിൽക്കുന്നു. ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. നാം കാണുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് സത്യമെന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ എലീശ കണ്ട ആ അഗ്നി സൈന്യം ഇന്നും നിങ്ങൾക്കായി കാവലുണ്ട്. നമ്മുടെ നഗ്ന നേത്രങ്ങൾ കാണുന്നതിനപ്പുറം ഒരു ലോകമുണ്ട്. വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ മാത്രമേ ആ വലിയ സംരക്ഷണം നമുക്ക് കാണുവാൻ കഴിയൂ. നമ്മൾ ഒറ്റയ്ക്കല്ല. നമുക്ക് ചുറ്റും ദൈവത്തിന്റെ ദൂതന്മാർ പാളയം അടിച്ചിട്ടുണ്ട്. 2 രാജാക്കന്മാർ 6-ാം അധ്യായം 16-ാം വാക്യം. നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം. അതുകൊണ്ട് സാഹചര്യങ്ങളെ നോക്കി ഭയപ്പെടരുത്. നിങ്ങളുടെ പ്രശ്നത്തിന്റെ വലിപ്പമല്ല, നിങ്ങളുടെ ദൈവത്തിന്റെ വലിപ്പമാണ് നിങ്ങൾ കാണേണ്ടത്. എലീശ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ശത്രു സൈന്യത്തിന് അന്ധത ബാധിച്ചു. എലീശ അവരെ വഴിതെറ്റിച്ച് നഗരത്തിന്റെ നടുവിലെത്തിച്ചു. അവിടെ വെച്ച് അവരുടെ കണ്ണു തുറന്നപ്പോൾ അവർ ഇസ്രായേൽ സൈന്യത്തിന് നടുവിലായിരുന്നു. എന്നാൽ എലീശ അവരെ കൊല്ലാൻ അനുവദിച്ചില്ല. പകരം അവർക്ക് ഭക്ഷണവും വെള്ളവും നൽകി സന്തോഷത്തോടെ തിരിച്ചയച്ചു. ഇതോടെ സിറിയൻ സൈന്യം ഇസ്രായേലിനെ ആക്രമിക്കുന്നത് നിർത്തി. ദൈവം നമ്മുടെ ആത്മീയ കണ്ണുകളെ തുറക്കട്ടെ. ഏതു പ്രതിസന്ധിയിലും ആ അഗ്നി സൈന്യം നമ്മളെ കാക്കുന്നുണ്ടെന്ന് ഓർക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.